ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ബജാജിൻ്റെ ഫ്രീഡം 125 CNG ബൈക്കിനെ കുറിച്ചാണ്. പുതിയതായിട്ട് CNG ബൈക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നിലവിൽ ബുക്ക് ചെയ്തവർക്കും ഉപകാരമുള്ളൊരു വീഡിയോ ആണ്. 2 മാസമായിട്ട് ഇപ്പോൾ ഞാൻ ഈ വണ്ടി ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 4000 കിലോമീറ്ററിനടുത്തായിട്ടുണ്ട്. 2 മാസമായിട്ട് ഈ വണ്ടി ഓടിച്ച എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എന്തായാലും ആദ്യം CNG ആയതുകൊണ്ട് CNGയുടെ ടാങ്കിൽ നിന്ന് തന്നെ തുടങ്ങാം. CNGയും പെട്രോളും നിറയ്ക്കുന്നത് ഈ ഭാഗത്താണ്. ഇതാണ് CNG പെട്രോളിൻ്റെ ഇതാണ്. CNGയുടെ കപ്പാസിറ്റി വരുന്നത് 2 കിലോയാണ്. CNGയുടെ ടാങ്കിൻ്റെ കപ്പാസിറ്റി. പെട്രോളിൻ്റെയും 2 ലിറ്ററുമാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലാണ് ഇത് ഷിഫ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് വരുന്നത്. ഇതിൽ കാണുന്ന ഈ 2 സ്വിച്ചാണ് CNG മോഡും പെട്രോൾ മോഡും ചേഞ്ച് ചെയ്യാനുള്ളത്. പിന്നെ ഒരു ബ്ലൂടൂത്ത് കോൾ അറ്റൻഡ് ചെയ്യാനുള്ളൊരു ബട്ടണുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ പാസ് ലൈറ്റാണിത്. ഇതിനകത്ത് നിലവിൽ ഹൈ ബീമും ലോ ബീമും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഹൈ ബീം ആക്കണമെങ്കിൽ ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ബീം മോഡിലോട്ട് ആയിക്കോളും. വണ്ടിയുടെ ഹാൻഡിൽ ഭയങ്കര സ്മൂത്താണ്, പക്ഷേ ബോഡിക്ക് നല്ല വെയിറ്റാണ്. കാരണം CNG ടാങ്ക് നമ്മുടെ സീറ്റിൻ്റെ താഴെ ഇരിക്കുന്നതുകൊണ്ട് ആ ബോഡിക്ക് നല്ല വെയിറ്റ് വരുന്നുണ്ട്. അതായത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സെൽഫ് സ്റ്റാർട്ടും ഉണ്ട്, കിക്കറും ഉണ്ട്. ഞാൻ ഇടയ്ക്ക് കിക്കർ യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അത് നല്ലതാണ് ഇടയ്ക്കൊന്ന് യൂസ് ചെയ്യണത്. ഇവിടെ മാക്സിമം ലോഡ് 3 കിലോ എന്ന് എഴുതിയേക്കുന്നതുണ്ടോ. ഇതിന് മുകളിൽ 3 കിലോ കൂടുതൽ വെയിറ്റ് വരുന്ന ഒന്നും വെക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ മോഡലുകൾക്ക് മേൽഭാഗത്തും ആ സൈഡ് പോർഷനും വരുന്നത് മെറ്റലാന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല. അതാണെങ്കിൽ ഇത്തിരി കൂടെ നല്ലതായിരിക്കും. കാരണം അത്യാവശ്യം വെയിറ്റ് വെച്ചാലും വലിയ പ്രോബ്ലം ഉണ്ടാവില്ല. ഇതാണ് സീറ്റ് അഴിക്കാനുള്ള പോർഷൻ. ഇവിടെ നമ്മൾ കീ ഇട്ടിട്ടാണ് ആ സീറ്റ് ഓപ്പൺ ചെയ്തു വരുന്നത്. ഇവിടെയാണ് CNGയുടെ ടാങ്ക് ഇരിക്കുന്നത്. 2 കിലോ കപ്പാസിറ്റി വരുന്ന CNG ടാങ്കാണ് ഈ ഇരിക്കുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ബാറ്ററി ഇരിപ്പുണ്ട്. ഇവിടെ വേറെ ഒന്നും നമുക്ക് വെക്കാനുള്ള സ്പേസ് ഒന്നും ഇല്ല നിലവിൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് അത്രേ ഉള്ളൂ. ഇപ്പം എന്തായാലും ഇത് സീറ്റ് ലോക്ക് ചെയ്ത് വെച്ചേക്കാം. സീറ്റിന് വലിയ വെയിറ്റ് ഇല്ല കേട്ടോ, ഒറ്റ കൈ കൊണ്ടൊക്കെ എടുത്ത് നോക്കി വയ്ക്കാം. പിന്നെ ഉള്ളത് സൈഡിൽ ഹുക്കുകൾ കണ്ടോ. ഇത് അത്യാവശ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കെട്ടി വയ്ക്കാനുള്ള ഒരിതുണ്ട്. പിന്നെ ഹാങ്ങിങ് ചെയ്തിടാം കേട്ടോ, ചെറിയൊരു കട്ടിങ് പോലെയുണ്ട്, അപ്പോൾ ലോക്കായി കിടന്നോളൂ. ഈ ഒരു പോർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നത് CNG മീറ്ററാണ്. ഓൾറെഡി ഡിസ്പ്ലേയിൽ CNGയുടെ അളവ് കാണിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ സൈഡിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CNGയുടെ അളവ് കാണിക്കും. പിന്നെ ഈ മോഡലിൽ ഒരു ചാർജിങ് പോർട്ട് ഉണ്ട്, മൊബൈൽ ചാർജിങ് പോർട്ട് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഹാൻഡിൽ ബാറിൻ്റെ താഴത്തായിട്ടാണ് ആ മൊബൈൽ ചാർജിങ് പോർട്ടിൻ്റെ പോർഷൻ വരുന്നത്. ഇനി ഇതിൻ്റെ മീറ്റർ കാണിച്ചു തരാം. സ്വിച്ച് ഓൺ ആക്കി കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നതാണ് CNGയുടെ അളവ്. ഇപ്പോൾ നിലവിൽ ലോയാണ് CNG. അപ്പോൾ ഓൾറെഡി അവിടെ എഴുതി കാണിക്കുക റീഫിൽ CNG എന്ന് പറഞ്ഞിട്ട്. പെട്രോളിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേയിൽ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന CNGയുടെ അളവ് കാണിച്ചില്ലേ, അതിപ്പോൾ ചേഞ്ച് ആവും. റണ്ണിങ്ങിൽ പെട്രോൾ മോഡെന്ന് പറഞ്ഞ് ഡിസ്പ്ലേ എഴുതി കാണിക്കും. മേൽഭാഗത്ത് CNGയുടെ ലൈറ്റ് ചേഞ്ച് ആയിട്ട് പെട്രോളിൻ്റെ ഒരു സിമ്പിൾ കാണിക്കും. ഞാൻ പെട്രോൾ മോഡ് മാറ്റിയിട്ട് CNGയിലാക്കി കാണിച്ചു തരാം. ഇത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ CNGയിലായിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ CNG മോഡ് കണ്ടോ, അപ്പോൾ പെട്രോൾ മോഡ് മാറി CNG ആയിട്ടുണ്ട്. ഈ ബൈക്കിൻ്റെ സൗണ്ട് കേൾക്കണ്ടേ. ഇതിപ്പോൾ നിലവിൽ CNG മോഡിലാട്ടോ. CNGയിലൊരു ചെറിയ സൗണ്ടാണ്. ഇനി പെട്രോൾ മോഡിലോട്ട് ആക്കിയിട്ട് പെട്രോൾ മോഡിലെ സൗണ്ട് കേൾപ്പിച്ചു തരാം. നിലവിൽ ഇത് ഞാൻ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടാക്കി കഴിയുമ്പോൾ CNG മോഡിനെ അപേക്ഷിച്ച് പെട്രോളിന് ഇത്രയും കൂടെ സൗണ്ട് വ്യത്യാസമുണ്ട്. പിന്നെ ഈ ബൈക്ക് ഇപ്പോൾ 2 മാസമായിട്ട് ഓടിച്ചിരുന്നു. എനിക്ക് തോന്നി 1-2 ഡിഫക്ട്സ് ഉണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാടില്ല കേട്ടോ. അപ്പോൾ പൊതുവെ എല്ലാവരുടെയും ഇത് ഞാൻ പറയുന്നില്ല. ഒരു റൈഡിങ് കംഫേർട്ട് കുറവാണ്. കാരണം ലോങ് റൈഡൊക്കെ പോകുമ്പോൾ നമുക്ക് നടുവിന് ചെറിയൊരു പെയിൻ വരുന്നുണ്ട്. സാധാരണ റൈഡറിൻ്റെ ഭാഗത്തൊരു കുഴിവ് വരാറുണ്ടല്ലോ, നമുക്കൊരു റെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ആ ഒരു കുഴിവില്ലാത്തതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. പിന്നെ തോന്നിയൊരു പ്രശ്നം, നമ്മളിവിടെ എന്തെങ്കിലും ഹാങ് ചെയ്തിടുമ്പോൾ ഈ ഭാഗത്ത് നല്ലൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഹാങ് ചെയ്തിട്ട് അതിൻ്റെ അകത്തോട്ട് പോയി ടയറിൽ അറിയാൻ ചാൻസ് കൂടുതലുണ്ട്. പിന്നെ നമ്മളിത്തിരി ലെങ്തി കവർ ഇട്ടാലും സൈലൻസറിൻ്റെ ഈ ഷീൽഡ് പകുതിയേ ഉള്ളൂ. അപ്പോൾ സൈലൻസർ ഇട്ട് ഇറങ്ങി ഇവിടെ കൊണ്ട് ഉരുകാനും ഇതുണ്ട്. എനിക്കൊരു അനുഭവം കിട്ടി, അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഈ ഷീൽഡ് ഇത്രയും കൂടെ കവർ ചെയ്തിട്ടായിരുന്നെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ ഉള്ളത് നേരെ കവർ ലെങ്തി കവർ മേടിച്ചിട്ട് നമ്മുടെ ഫുഡ് റെസ്റ്റിൻ്റെ ഇപ്പുറത്ത് തരണം.
ഞാൻ ഇതിനകത്ത് വണ്ടിയുടെ കംപ്ലൈൻ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ഒരു പ്രശ്നം കണ്ടത്, നമ്മൾ എവിടെയെങ്കിലും വണ്ടി നിർത്തി സ്റ്റാൻഡ് ഇട്ട് കഴിയുമ്പോൾ ഇപ്പോൾ നിലവിൽ CNG മോഡിലാണ് കിടന്നത് വെച്ചത്. അതിവിടെ ഓൾറെഡി 2 ലൈറ്റും പെട്രോളിൻ്റെയും CNGയുടെയും തെളിഞ്ഞിട്ടുണ്ട്, പെട്രോൾ മോഡെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അത് കംപ്ലൈൻ്റ് ആണെന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ അവരുടെ ഒരു എക്സിക്യൂട്ടീവ് ആയിട്ട് സംസാരിച്ചപ്പോൾ നിലവിൽ അത് കംപ്ലൈൻ്റ് അല്ല, ബൈക്കിൽ ഓൾറെഡി അങ്ങനെ ചെയ്തിട്ടേക്കണ ഒരു സെറ്റപ്പാണെന്നാണ് പറഞ്ഞത്. പിന്നെ ലൈറ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഹൈ ബീമിലും ലോ ബീമിലും അത്യാവശ്യം നല്ല വെട്ടമൊക്കെ ഉണ്ട്. നൈറ്റ് റൈഡ് ചെയ്യുന്ന സമയത്ത് വലിയ പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ, ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇതിപ്പോൾ ഞാൻ നിലവിൽ CNG ഫുൾ കാലിയായിരുന്നു, അത് ഫുൾ ടാങ്ക് അടിക്കുന്നതാണ്. ഇപ്പോൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് മൈലേജ് എത്ര കിട്ടുമെന്നൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിലവിൽ CNG അടിച്ചിരിക്കുന്നത് ഒരു 176 രൂപയ്ക്ക് അടിച്ചിട്ടുണ്ട്, 1.98 കിലോ കയറിയിട്ടുണ്ട്. അത് CNG ഫുള്ളായി കഴിഞ്ഞിട്ട് ഞാൻ ആ ട്രിപ്പ് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ട്രിപ്പ് 1 അത് 0 ആക്കിയിട്ടുണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ പോയി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാമല്ലോ. ഓട്ടം മൊത്തം CNGയിൽ ഓടി നോക്കാം, എന്നിട്ട് നോക്കാം. ഇതിപ്പോൾ 160 കിലോമീറ്റർ ഇപ്പോൾ ലോ CNGന്ന് കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു 190 കിലോമീറ്ററൊക്കെ ആയപ്പോൾ റീഫില്ല് CNGന്ന് കാണിക്കുന്നുണ്ട്. എന്നാലും കുറച്ചും കൂടെ ഓടും കേട്ടോ. ഇപ്പം നിലവിൽ വണ്ടി ഓഫായി 215 കിലോമീറ്റർ ടോട്ടൽ ഓടിയിട്ടുണ്ട്. അതായത് അന്നേരം 0 ആക്കിയ ട്രിപ്പ് 1 നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അന്നേരം 0 ആയിരുന്നു, ഇപ്പോൾ ടോട്ടൽ 215 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ 215 കിലോമീറ്ററിൽ ഒരു 10 കിലോമീറ്റർ താഴെ, 10 കിലോമീറ്റർ ഉണ്ട്, 10 കിലോമീറ്റർ ഓടിക്കോ, അത്രയും പെട്രോളിൽ ഞാൻ ഇടയ്ക്കൊന്ന് ഓടിച്ചിട്ടുണ്ട്. കാരണം പെട്രോളിൽ ഇടയ്ക്ക് ഓടിച്ചില്ലെങ്കിൽ ചെറിയൊരു മിസ്സിങ് കാണിക്കണ്ടായിരുന്നു. അപ്പോൾ ഫുൾ CNGയിൽ ഓടിച്ചാൽ പണി കിട്ടും. ഇപ്പം നിലവിൽ CNG തീർന്നപ്പോൾ ഞാൻ CNG ഫില്ല് ചെയ്യാൻ വന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം 176 രൂപയ്ക്ക് CNG ഫില്ല് ചെയ്തിട്ട് ഒരു 205 കിലോമീറ്ററിനടുത്ത് മൈലേജ് കിട്ടിയിട്ടുണ്ട്. ഫീൽഡ് വർക്ക് ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ബജാജിൻ്റെ ഫ്രീഡം 125 ഈ ബൈക്ക്. പിന്നെ നിലവിൽ 1-2 പോരായ്മകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് ഫീൽ ചെയ്ത പോരായ്മകളാണ് കേട്ടോ. പിന്നെ ഉള്ളത് പെട്രോള് ഒരിക്കലും 2 ലിറ്ററിൻ്റെ ടാങ്കിൽ ഒരിക്കലും ഫുള്ളാക്കി ഇടരുത്, ചെറിയ മിസ്സിങ് കാണിക്കും. എനിക്ക് മിസ്സിങ് വന്നപ്പോൾ ഞാൻ അവരുടെ എക്സിക്യൂട്ടീവായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞാണ് ഒരു 100 രൂപയ്ക്കൊക്കെ പെട്രോൾ അടിച്ചിട്ടാൽ മതിയെന്ന്. പെട്രോൾ അടിക്കുന്ന സമയത്ത് ഒരിക്കലും ലോക്ക് ചെയ്ത് വെക്കരുത്, പെട്രോൾ പെട്ടെന്ന് നിറഞ്ഞു പോകും. എനിക്കൊരു അനുഭവം കിട്ടിയതാണ്. അപ്പോൾ പുതിയതായിട്ട് വണ്ടി എടുക്കാൻ പോകുന്നവർക്കും വണ്ടി ബുക്ക് ചെയ്തവർക്കൊക്കെ ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മൈലേജും കാര്യങ്ങളൊക്കെ ഏകദേശം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമ്പോൾ എത്ര കിട്ടും എന്നുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോയിൽ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി, അപ്പോൾ ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.